ഹായ് കൂട്ടുകാരെ, എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് കൃഷിപ്പണിയൊന്നുമല്ല, ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നതാ കാണിക്കുന്നത്. ഇന്ന് നോമ്പ് തുറക്കാന് കുഞ്ഞിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. കുഞ്ഞിപ്പത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കുമ്പോ 2 തരം അരി എടുക്കലുണ്ട്, പൊടി എടുക്കലുണ്ട്. ഞാൻ പുഴുങ്ങലരി അരച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കുഞ്ഞിപ്പത്തില്. പിന്നെ നമ്മള് പത്തിരിപ്പൊടി കൊണ്ട് കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കും. പത്തിരിപ്പൊടി കൊണ്ടാണ് കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മള് നൂൽപുട്ടിനൊക്കെ കുഴച്ചെടുക്കൂലേ, തിളച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഗ്രൈൻഡറിൽ അരച്ചാൽ ചോറ് വെക്കുന്ന പുഴുങ്ങലരി അത് കുതിർത്തി കഴിഞ്ഞ് ഗ്രൈൻഡറിൽ അരച്ച് എന്നിട്ടാണ് ഞാൻ പരത്തിയിട്ട കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കുന്നത്. എന്നാ വരി നമുക്ക് കാണാനും. പുഴുങ്ങലരി അരച്ചിട്ട് തുണിയിൽ ഒഴിച്ച് വെച്ചിരുന്നു. ഇനി ഇത് വെള്ളമൊക്കെ തുണി അങ്ങ് കുടിച്ചോളൂ. അപ്പൊ നമുക്ക് അവസാനം ഇങ്ങോട്ട് എടുക്കാം. വെള്ളമൊന്നും ഇല്ലാത്ത ഉരുട്ടി ഇങ്ങോട്ട് എടുക്കാം. ഇതാ ഗ്രൈൻഡറിൽ അരച്ചത് ഒക്കെ പോയി, എല്ലാം പോയി. ഇനി എടുത്ത് വെക്കുക. ഇതുകൊണ്ട് നമുക്ക് കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കാം, കോഴിയട ഉണ്ടാക്കാം, അട ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. കൊമ്പനട ഉണ്ടാക്കാം, എല്ലാം പറ്റുന്നതായി. ഇത് ചുടുവെള്ളത്തിലല്ല കേട്ടോ കുതിർത്തത്. ചോറ് വെക്കുന്ന അരി പുഴുങ്ങലരി സാധാ വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ തന്നെ കുതിർത്തതാ. പക്ഷെ ഗ്രൈൻഡറിലാണ് അരച്ചത്. പിന്നെ നമുക്ക് കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കാം. ഇന്ന് കുഞ്ഞിപ്പത്തില ഇതാ അപ്പച്ചെമ്പ് അടുപ്പത്ത് വെച്ചാണ്. കണ്ട ഇല ഇട്ടത് രമ്പ ഇല, അത് നല്ലൊരു സ്മെല്ലായിരിക്കും കുഞ്ഞിപ്പത്തിലിനൊക്കെ. നമ്മൾ കുഞ്ഞിപ്പത്തില് പരത്താൻ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ നമുക്ക് അപ്പച്ചെമ്പും അടുപ്പത്ത് വെക്കണം. നല്ല ആവുന്ന ഇങ്ങനെ കൊണ്ടുപോയി ഇടാം. അതിന് വേണ്ടിയിട്ടാ കുറച്ച് പരത്തി അത് കൊണ്ടുപോയി ആവിക്ക് വെച്ച് വേവാനായി. ഇനി രണ്ടാമത്തെ ഇതും കൂടി ഇടട്ടെ. ഇത് ഇട്ടിട്ട് വേവട്ടെ. ഒരു ഭാഗത്ത് പരത്തുന്നുണ്ട്, അങ്ങനെ പോവുക, അല്ലാതെ ഒന്നിച്ചിടാൻ കഴിയില്ല. എല്ലാം പരത്തി കഴിഞ്ഞ് ആവിക്ക് വെച്ചു. ഇത് അടച്ചു വെക്കട്ടെ. ഇത് വേവെങ്കിൽ ഒരു അരമണിക്കൂർ പിടിക്കും ഇത് വേവാന്. അപ്പോഴേക്കും നമുക്ക് ബീഫ് കറി റെഡിയാക്കണം. ബീഫ് കറിയാണല്ലോ ഇതിൽ ഒഴിക്കുന്നത്. അപ്പം ബീഫ് കറി റെഡിയാക്കട്ടെ. ഇത് വേവട്ടെ, കുറച്ചിട്ട് വെക്കുക. ബീഫ് കറി റെഡിയാക്കാൻ വേണ്ടി എല്ലാം അരിഞ്ഞു വെച്ചു. സവാള ഉണ്ട്, തക്കാളി, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, ബീഫും ഇതെല്ലാം വഴറ്റിയിട്ട് ബീഫും അതിലിട്ട് കുക്കറിലാണ് വെക്കുന്നത്. എല്ലാം റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. ഒരു ഭാഗത്ത് വേവുന്ന് നമ്മുടെ താരം കുഞ്ഞിപ്പത്തിൽ തേങ്ങ അരച്ച് വെച്ചു. കുഞ്ഞിപ്പത്തിൽ വെന്ത് റെഡിയായി, ബീഫ് റെഡിയായി, അരവും റെഡിയായി. ഇനി നമുക്ക് വറവിടാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയിലാണ് വറവിടുന്നത്. ഉള്ളി റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇത് വറവിടാം. തേങ്ങയും ഒഴിക്കാം. ഒഴിക്കണ്ട, കുറച്ച് മതി. കുഞ്ഞിപ്പത്തിലും ഇടാം. കുഞ്ഞിപ്പത്തിലും ഇട്ട് എല്ലാം കഴിഞ്ഞ് വറവിട്ട് റെഡിയായി. നല്ല അടിപൊളി കുഞ്ഞിപ്പത്തിൽ റെഡിയായി. കണ്ടില്ലേ, നല്ല ടേസ്റ്റ്, നല്ല സ്മെല്ലുണ്ട് ഇത്. ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.